ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ഉദാത്തമായ വ്യക്തിത്വങ്ങളിലൊന്നായ വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ ജൂലൈ 22 കത്തോലിക്ക തിരുസഭ ആഘോഷിക്കുന്നു. യൂദായിലെ മഗ്ദലയിലാണ് മറിയം ജനിച്ചത്. എന്നാൽ അവളുടെ ജനനത്തെക്കുറിച്ചോ ബാല്യത്തെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ ഒന്നുമില്ല. വഴിവിട്ട ജീവിതത്തിന് മറിയം പ്രശസ്തിയായിരുന്നു. അങ്ങനെയാണ് അവളുടെ ഉത്ഭവം. യേശു 7 പിശാചുകളെ പുറത്താക്കിയ സ്ത്രീയും ശിമയോന്റെ സഹോദരി മറിയവും മഗ്ദലന മറിയവും ശിമയോന്റെ വീട്ടിലെ അത്താഴ വിരുന്നിന്റെ സമയത്ത് യേശുവിന്റെ പാദം കഴുകിയ പാപിനിയായ സ്ത്രീയും ഒന്നാണെന്നും രണ്ടാണെന്നും മൂന്നാണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ മഗ്ദലന മറിയവും 7 പിശാചുക്കളുടെ ആസ്ഥാനമായ മറിയവും ശിമയോന്റെ സഹോദരി മറിയവും ഒന്നാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ, എന്നും എപ്പോഴും പാപത്തിൽ വീഴുന്ന മാനവരാശിക്ക് മറിയം നൽകുന്നത് പ്രത്യാശയുടെ ഉത്തമ ഒരു സന്ദേശമാണ്. മേലിൽ പാപം ചെയ്യരുത് എന്ന യേശുവിന്റെ വചനം അവൾ ശിരസ വഹിച്ചു. തുടർന്നുള്ള അവളുടെ ജീവിതം നന്മയുടെ വഴിയിലൂടെയാണ്. അതൊന്നു മാത്രമാണ് അവളെ ഗാഗുൽത്തായിൽ യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിർത്തിയതും യേശുവിന്റെ മൃതശരീരത്തിൽ സുഗന്ധം പൂശാനുള്ള അനുഗ്രഹം അവൾക്ക് ലഭിച്ചതും. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് മഗ്ദലന മറിയത്തിനാണ്. തുടർന്ന് അവൾ ചെന്ന അപ്പസ്തോലന്മാരെ യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം അറിയിച്ചു. അതിനുശേഷമാണ് പത്രോസും യോഹന്നാനും യേശുവിന്റെ കല്ലറയെങ്കിലേക്ക് ഓടിയത്. യേശുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ കൂട്ടത്തിലാണ് സുവിശേഷങ്ങളിൽ ആദ്യം മഗ്ദലന മറിയത്തെ കാണുന്നത്. 4 സുവിശേഷങ്ങളിലും അപ്പസ്തോലന്മാരെ കൂടാതെ മഗ്ദലന മറിയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. സുവിശേഷങ്ങളിൽ 12 തവണയാണ് മഗ്ദലന മറിയത്തെ പറ്റി പറയുന്നത്. യേശുവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം മഗ്ദലന മറിയം മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ടാണ് തന്റെ ജീവിതം മാറ്റിവെച്ചത്. അതുകൊണ്ടാണ് ചില അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ മഗ്ദലന മറിയത്തിന് ശിഷ്യത്വ സ്ഥാനം കൽപ്പിച്ചു നൽകുന്നത്. യേശുവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം മഗ്ദലന മറിയം പരിശുദ്ധ അമ്മയോടും യോഹന്നാനോടുമൊപ്പം എഫേസൂസിലേക്ക് പോയെന്നും അവിടെ വെച്ച് അവൾ മരണപ്പെട്ടും എന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ മഗ്ദലന മറിയം. കൂടാതെ ഈജിപ്ത്, കുവൈറ്റ് മുതലായ നിരവധി രാജ്യങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയാണ് അവൾ. മതപരിവർത്തനക്കാരുടെയും ലൈംഗിക പ്രലോഭകരുടെയും ഘോര പാപികളുടെയും കേശാലങ്കാരക്കാരുടെയും ഫാർമസിസ്റ്റുകളുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് അവൾ. എന്നും എപ്പോഴും പാപത്തിൽ വീഴുന്ന മാനവരാശിക്ക് മഗ്ദലന മറിയം നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. എത്ര ഘോര പാപിയായിരുന്നാലും പശ്ചാത്തപിച്ച് ഈശോയെ സമീപിച്ചാൽ പാപമോചനം ലഭിക്കും എന്നുള്ളതാണ് മറിയം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവത്തിങ്കിലേക്ക് തിരിയാൻ വൈകാതിരിക്കാൻ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ മഗ്ദലന മറിയം നമുക്ക് വേണ്ടി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.